ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ ചെൽസിയുടെ മത്സരത്തിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇന്റർനാഷണൽ ബ്രേക്കിലേക്ക് പോകുന്നതിന് മുമ്പുള്ള അവസാനത്തെ മത്സരത്തിൽ സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ ചെൽസി നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെ ഏറ്റുമുട്ടിയിട്ടുള്ള സാഹചര്യത്തിൽ മത്സരം 1-1 എന്നുള്ള സമനിലയിലാണ് അവസാനിച്ചിട്ടുള്ളത്. ഒന്നാണ് എൻ്റർടൈനിങ് ആയിട്ടുള്ള മത്സരമായിരുന്നു. ന്യൂട്രൽസുകളൊക്കെ ശരിക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെൽസി പുതിയ എൻ്റർടൈനേഴ്സാണ് എന്നുള്ളതാണ് നമുക്ക് ആദ്യം തന്നെ പറയേണ്ടതായിട്ടുള്ള ഒരു സംഭവം. പിന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഈ സീസണിൽ മികച്ച രീതിയിൽ തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. അവർക്ക് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എവേ ഫ്രം ഹോം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുകയാണ്. അതും അവസാനത്തെ 12 മിനിറ്റും നോർമൽ ടൈമിലുള്ള 12 മിനിറ്റും പിന്നെ ഇഞ്ചുറി ടൈമിലെ 13 മിനിറ്റും അങ്ങനെ മൊത്തത്തിൽ 25 മിനിറ്റോളം അവർക്ക് 10 പേരെ വെച്ച് കളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടും അവർക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു പോയിന്റുമായിട്ട് തിരിച്ചു പോകാൻ സാധിച്ചിരിക്കുകയാണ്. മാത്രമല്ല അവർക്ക് ജയിക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു, അത് വേറെ കാര്യം, അതിലേക്കൊക്കെ നമുക്ക് കടക്കാം. അപ്പോൾ ഫോറസ്റ്റിൻ്റെ എവേ റെക്കോർഡ് പ്രീമിയർ ലീഗിൽ ഇത് മികച്ചതാണ്. ഈ ഒരു മത്സരത്തിൽ കൂടി പരാജയം ഒഴിവാക്കിയത് കൂടിയിട്ട് 6 മത്സരങ്ങൾ തുടർച്ചയായിട്ട് അവർ അൺബീറ്റനാണ് എവേ ഫ്രം ഹോം. ആൻഫീൽഡിൽ അവർ ലിവർപൂളിനെ ഈ സീസണിൽ പരാജയപ്പെടുത്തുന്നത് കണ്ടിട്ട് ഒരൊറ്റ പരാജയം മാത്രമേ സോഫാർ അവർ ഈ സീസണിൽ നേരിട്ടിട്ടുള്ളൂ. അവർക്ക് 10 പോയിന്റ്സും 7 മത്സരങ്ങളിൽ നിന്ന് സ്വരൂപിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഗുഡ് സ്റ്റാർട്ടാണ് ന്യൂനോ എസ്പിരിറ്റോ സാന്റോ എന്ന് പറയുന്ന പോർച്ചുഗീസ് മാനേജറിൻ്റെ കയ്യിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഈ സീസണിൽ നടത്തിയിട്ടുള്ളത്. അവർക്ക് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കാം. അവരൊരു ഗെയിം പ്ലാനോട് കൂടിയിട്ടാണ് സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. വളരെ ഡിഫെൻസീവ്ലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചാൽ അവരൊരു കളക്റ്റീവ് പിന്നെ ഒരു യൂണിറ്റായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ഡിഫെൻഡ് ചെയ്യുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഡിഫെൻഡ് ചെയ്യുന്നു. അറ്റാക്ക് ചെയ്യാൻ കിട്ടുന്ന സാഹചര്യങ്ങളുണ്ട്. അവർ മൊമെൻറ്റ്സ് ചൂസ് ചെയ്തിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ടും അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ധാരണ ഉണ്ടായിരുന്നു. ലോങ് ബോളുകൾ അവർ കൊടുക്കുന്നതിൽ അവർക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ അറ്റാക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, പേസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ അറ്റാക്ക് ചെയ്യണം എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു. ഒരു സെൻട്രൽ ഏരിയ പാക്ക് ചെയ്തിട്ട് ചെൽസിയുടെ ക്രിയേറ്റീവ് പ്ലേയേഴ്സിനെ സ്റ്റൈഫിൾ ചെയ്യുക എന്നുള്ള തരത്തിലുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയണം മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, ചെൽസിയിൽ ലാക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യം നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൽ വേണ്ടോളുണ്ടായിരുന്നു, ഫിസിക്കാലിറ്റി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ. പ്രത്യേകിച്ച് ഡ്യൂലുകളൊക്കെ വിൻ ചെയ്യുന്നതിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ആ ഒരു മിഡ്ഫീൽഡിൽ റയാൻ ഗേറ്റ്സ് ആണെങ്കിലും എലിറ്റ് എൻഡേഴ്സൺ ആണെങ്കിലും ഈവൻ വാർഡ് പ്രോസിനൊക്കെ ലാക്ക് ഓഫ് പേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഫിസിക്കാലിറ്റിയും കാര്യങ്ങളും ഈ പ്ലേയേഴ്സൊക്കെ, പ്രത്യേകിച്ച് ഗേറ്റ്സൊക്കെ ഒരു ഫിസിക്കൽ മോൺസ്റ്റർ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ആ രീതിയിൽ എന്താണ് ചെൽസിയെ പിന്നെ ഫിസിക്കലി പിന്നെ ബുദ്ധിമുട്ടിക്കാൻ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് സാധിക്കുമായിരുന്നു. ചെൽസിയുടെ പ്ലേയേഴ്സിൽ അത് ലാക്കിംഗ് ആണെന്നുള്ളത് എടുത്തു പറഞ്ഞ ഒരു സംഭവമാണ്. എൻസോ മരസ്ക മത്സരത്തിന് മുമ്പായിട്ട് എന്താണ് ഒരു മിഡ്ഫീൽഡിൽ ഒരു ഫിസിക്കൽ സ്പെസിമെൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞത് നമുക്കറിയുന്നൊരു കാര്യമാണ്. അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നെന്താണ്, അവർ മത്സരത്തിൻ്റെ മിക്ക സമയത്തും ആ ഒരു സെൻട്രൽ ഏരിയയിലുള്ള പ്രോഗ്രഷൻ തടയാൻ ശ്രമിച്ചതും അവരെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ എന്താണ്, ചെൽസിയെ പോലെയുള്ള ഒരു ക്വാളിറ്റി സൈഡിനെതിരെ അത്തരത്തിൽ ടാക്ടിക്സ് കൊണ്ട് മാത്രം വിജയിക്കാൻ പറ്റില്ല. ഗോൾ കീപ്പറൊക്കെ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കണം. അപ്പോൾ അവരുടെ ഗോൾ കീപ്പർ സെൽസ് അൺബലീവബിൾ ആയിട്ടുള്ള സേവുകൾ പുൾ ഓഫ് ചെയ്ത് നമ്മൾ കണ്ടു. അപ്പോൾ ഈ മത്സരത്തിൽ സത്യം പറഞ്ഞാൽ മേജർ ടോക്കിംഗ് പോയിന്റ്സുകൾ വേണ്ടത് 2 ഗോൾ കീപ്പർമാരെയും കുറിച്ചിട്ടാണ്. ചെൽസിയുടെ ഗോൾ കീപ്പറായിട്ടുള്ള റോബർട്ട് സാഞ്ചസ് വേൾഡ് ക്ലാസ് സേവുകൾ പുൾ ഓഫ് ചെയ്ത് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ സെൽസും വേൾഡ് ക്ലാസ് സേവുകൾ പുൾ ഓഫ് ചെയ്ത് കണ്ടു. അപ്പോൾ അത്തരത്തിൽ 2 കീപ്പർമാരും ഇന്നലെ പിന്നെ പരാജയപ്പെടാൻ ഡിസേർവിങ് ആയിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് മത്സരം അവസാനിച്ചത്. കാരണം 2 പേരും മാരക സേവുകൾ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ മത്സരത്തിനെ നമുക്ക് റിവേഴ്സ് ഓർഡറിൽ സംസാരിച്ച് പോകാം. പ്രത്യേകിച്ച് ആ മത്സരത്തിൻ്റെ ഇഞ്ചുറി ടൈം 13 മിനിറ്റ്സ് ഇഞ്ചുറി ടൈം ഉണ്ടായിരുന്നു. മോർഗൻ ഗിബ്സ് വരുന്ന ഇഞ്ചുറി പറ്റുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഫൈറ്റ് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് എന്താണ് ആഡ് ഓൺ ചെയ്യപ്പെട്ടു. അങ്ങനെ 13 മിനിറ്റ്സ് ഇഞ്ചുറി ടൈം ഉണ്ടായിരുന്നു. 10 പേര് വെച്ചിട്ടാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് കളിക്കുന്നത്. അപ്പോൾ ഈ 13 മിനിറ്റിൽ എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ എൻഡ് ടു എൻഡ് സ്റ്റാഫ്, ഈ 10 പേര് വെച്ചിട്ട് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഒരു വിന്നർ അടിച്ചു എന്നാണ് ഞാനൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെയാണ് റോബർട്ട് സാഞ്ചസ് മാരകമായിട്ടുള്ള സേവ് നടത്തിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഷോട്ട് സ്റ്റോപ്പിംഗ് എബിലിറ്റിയൊക്കെ മികച്ചു തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. ഈ സീസണിൽ തന്നെ പോയിന്റ്സുകൾ അദ്ദേഹത്തിന് സേവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ചെൽസി വേണ്ടിയിട്ട്. അദ്ദേഹത്തിൻ്റെ ബോൾ പ്ലേയിങ് എബിലിറ്റിയെ കുറിച്ചാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കാനുള്ളത്. പ്രത്യേകിച്ച് കോൺസെൻട്രേഷൻ ലെവൽ മാത്രമല്ല, ആൾ കൺസിസ്റ്റൻ്റ് അല്ല എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമാണ്. അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള വേൾഡുകൾ പുൾ ഓഫ് ചെയ്യാനൊക്കെ സാധിക്കും. അത് അദ്ദേഹം ബ്രൈറ്റണിലിരിക്കുന്ന സാഹചര്യത്തിലും ചെയ്തിട്ടുള്ളൊരു പ്ലെയറൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടെ അതിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം. കാരണം അൺബലീവബിൾ സേവുകളാണ് പുൾ ഓഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇഞ്ചുറി ടൈമിൽ ചില സംഭവവികാസങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻസിനൊക്കെ വളരെ ലേറ്റ് ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻസോ മരസ്ക, പെഡ്രോ നെറ്റോ, അതുപോലെ മിഖാലോ മുട്രിക് ഗ്രൗണ്ടിലേക്ക് വരുന്നു. പെഡ്രോ നെറ്റോയുടെ റൈറ്റ് സൈഡിൽ നിന്നൊരു ക്രോസും ബ്രില്യൻ ക്രോസ്, അതുവരെ ചെൽസി പ്ലേയേഴ്സിന് ക്രോസ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഈവൻ സെറ്റ് പീസുകളിൽ നിന്നുള്ളൊക്കെ ബോളുകളൊക്കെ ഫസ്റ്റ് മാനെ പോലും ബീറ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നില്ല. എൻസോ ഫെർണാണ്ടസിൻ്റെ കോർണറുകളൊക്കെ വളരെ മോശമായിരുന്നുള്ളതാണ്. മൾട്ടി മില്യൺ പൗണ്ട് പ്ലെയേഴ്സാണ്. ഒരു തവണ
പിന്നെ ക്രോസ് ഫസ്റ്റ് മാനെ ഹിറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നിരന്തരം അത് സംഭവിക്കുമ്പോൾ അത് ശരിയല്ലാത്തൊരു പരിപാടിയാണ്. പിന്നെ ഈ നെറ്റോയുടെ ക്രോസ് ബോക്സിലേക്ക് വരുന്നു. ജോ ഫെലിക്സ് സംബന്ധിച്ചോളം ഫ്രീ ഹെഡർ, അദ്ദേഹം പുറത്തേക്കാണ് അത് ഹെഡ് ചെയ്തത്. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു മത്സരം ചെൽസിക്ക് വേണ്ടിയിട്ട് ജയിപ്പിക്കാനായിട്ട്. അങ്ങനെ പിന്നെയാണ് മത്സരത്തിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീക്വൻസ് നടക്കുന്നത്. അതെന്താ സംഭവിച്ചാൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് ചാൻസ് ഇട്ടാണ്. പിന്നെ നീക്കോ വില്യംസിനൊക്കെ ബെഞ്ചിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ബൈറ്റുമാരും അഗ്രഷനും ഒക്കെ ആ ടീമിലേക്ക് കൊണ്ടുവരും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സെൽസിൻ്റെ ലോങ് ബോൾ ആ ഒരു ലെഫ്റ്റ് ചാനലിലേക്ക് കൊടുത്തുള്ള ലോങ് ബോളാണ്. അവിടെ പെഡ്രോ നെറ്റോ ആ ഒരു ഏരിയയിലുണ്ട്, പക്ഷേ നീക്കോ വില്യംസാണ് അവിടെ ഏരിയൽ ഡ്യൂവിൽ വിൻ ചെയ്യുന്നത്. അങ്ങനെ ഇലാങ്ക ഉണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത്. ഇലാങ്കയുടെ ഒരു ബാക്ക് ഹീൽ പാസ് അവിടെ പിന്നെ ബോക്സിലേക്ക് കയറിയിട്ടുള്ള നീക്കോ വില്യംസിൻ്റെ ആ ഒരു എന്തൂസിയാസവും അദ്ദേഹത്തിൻ്റെ എനർജിയും അവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന സംഭവം തന്നെയാണ്. ഫൊഫാന അവിടെ ഒരു ഡ്യൂഡ് നഷ്ടപ്പെടുന്നു. ഫൊഫാനെ മറികടന്നിട്ട് നീക്കോ വില്യംസ് പോവുകയാണ്. അദ്ദേഹം 1v1 വിത്ത് കീപ്പറാണ്. അദ്ദേഹം മനോഹരമായിട്ട് അത് കേൾ ചെയ്തിട്ട് വലയിലേക്ക് ആക്കാനുള്ള ശ്രമമാണ്. അവിടെയാണ് ചാടി സാഞ്ചസ് സേവ് ചെയ്യുന്നത്. എന്നിട്ടോ അറ്റാക്ക് തുടങ്ങിയാണ് ചെൽസിയുടെ അറ്റാക്ക്. ലെഫ്റ്റ് സൈഡിലൂടെ മൊഡ്രിക്ക് പാഞ്ഞു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ പേസ് ബീവറാണെന്ന് കാര്യമാണ്. അദ്ദേഹം ആ ഒരു ലെഫ്റ്റ് വിങ്ങിലൂടെ പോകുന്നത് പിടിച്ചാൽ കിട്ടുന്നില്ല എന്നതിന് ശേഷം വളരെ മെഷേർഡായിട്ടുള്ള ക്രോസ് മൊഡ്രിക്കിൻ്റെ ഭാഗം നമ്മൾ കാണാണ്. ബ്യൂട്ടിഫുൾ ക്രോസ്. അതിലേക്ക് എൻകൂക്കു സബ്സ്റ്റിറ്റ്യൂട്ട് വന്നിട്ടുണ്ടായിരുന്ന എൻകൂക്കു ഹെഡ് ചെയ്യാണ്. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മത്സരം ജയിപ്പിക്കാനായിട്ടുള്ളത്. എൻകൂക്കിൻ്റെ ഹെഡർ സ്ട്രെയിറ്റ് ആയിട്ട് സെൽസ് എന്ന് പറഞ്ഞ കീപ്പറിലേക്കാണ് പോയിട്ടുള്ളത്. ക്ലോസ് റേഞ്ചിൽ നിന്ന് അദ്ദേഹം അത് സേവ് ചെയ്യുന്നു. പക്ഷേ അത് സെൽസിൻ്റെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഹെഡ് ചെയ്തിരുന്നെങ്കിൽ അത് ഗോളാകുമായിരുന്നു. അങ്ങനെ ആ ഒരു ഓപ്പർച്യൂണിറ്റി പിന്നെ കളഞ്ഞു കുടിക്കുന്നു. പിന്നെ നമ്മൾ വീണ്ടും ഫോറസ്റ്റിന് മറ്റൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് കാസൈഡോയുടെ അടുത്തുനിന്ന് ജോട്ട സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്ന പോർച്ചുഗീസ് ജാക്ക് ഗ്രിലിഷ് എന്നറിയപ്പെടുന്ന ജോട്ട ബോൾ വിൻ ചെയ്യാണ്. അവിടെ ഡ്യൂല് വിൻ ചെയ്യാണ്. അതിനുശേഷം കൗണ്ടർ അറ്റാക്ക് നടത്തുകയാണ്. അപ്പോൾ അതിൽ ഈ പിന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് പ്ലെയർ ഫൗൾ ചെയ്യപ്പെടുന്നു. നമ്മുടെ മുറിയിലോ എന്ന് പറയുന്ന ചങ്ങായി വളരെ ഡിസ്റ്റൻസിൽ നിന്ന് ഒരു ഫ്രീ കിക്ക് ഡയറക്റ്റ് ഗോളാക്കാനുള്ള ശ്രമം നടത്തുന്നു. അത് കോർണറിൽ കലാശിക്കുന്നു. ആ കോർണർ അവർ പിന്നെ ഒരു ഷോർട്ട് കോർണർ എടുക്കുന്നതിന് ശേഷം ആ റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്ന് ബോക്സിലേക്ക് ഒരു ക്രോസ് കൊടുക്കുന്നു. അത് ജോട്ട ഹെഡ് ചെയ്യാണ്, വലയിലേക്ക് ഡയറക്റ്റ് ചെയ്യാണ്. ഇത് 103-ാമത്തെ മിനിറ്റിലാണ് സംഭവിക്കുന്നത്. ലാസ്റ്റ് കിക്ക് ഓഫ് ദി ഗെയിം എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമാണ്. അതും സാഞ്ചസ് ഡൈവ് ചെയ്ത് സേവ് ചെയ്യുകയാണ്. ഇൻക്രെഡിബിൾ റിഫ്ലെക്സസ് നമുക്കവിടെ സാഞ്ചസിൻ്റെ ഭാഗം കാണാൻ സാധിക്കുകയാണ്. അങ്ങനെ അവിടെ ചെൽസി ആ ഒരു അവസരത്തിൽ രക്ഷപ്പെട്ടു പോയി. ശരിയാണ്, ചെൽസിക്ക് ജയിക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു, നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനും ജയിക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 10 പേര് വെച്ചിട്ടും അവർ ചെൽസി ഉണ്ടാക്കിയ അത്ര തന്നെ ചാൻസുകൾ, അതായത് അവസാന സാഹചര്യങ്ങളിൽ അവർക്കുണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് നമുക്ക് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് ക്രെഡിറ്റ് കൊടുക്കണം. ശരിയാണ്, ചെൽസി ഓപ്പൺ ആയിരുന്നു, ആ ഒരു വിന്നിംഗ് ഗോളിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. പക്ഷേ സ്റ്റിൽ 10 പേര് വെച്ചിട്ട് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ശരിക്കും ചെൽസിയുടെ കീപ്പർ അവിടെ രക്ഷകനാകുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. പക്ഷെ അതാണ് ഇങ്ങനത്തെ ഇത് വൺ ഓഫ് ദോസ് ഗെയിംസ് ആണ്. എന്നാൽ പോലും ഇൻക്രെഡിബിൾ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു, സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ ഈ മത്സരത്തെ കീറുമുറിക്കുന്ന സാഹചര്യത്തിൽ സെറ്റ് പീസുകളിൽ നിന്നുള്ള ചെൽസി ഡിഫെൻഡിങ് പ്രശ്നമാണ്. ലോങ് ബോളുകൾ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ പ്രശ്നമാണ്. മിഡ്ഫീൽഡിലെ ഫിസിക്കാലിറ്റിയുടെ പ്രശ്നം. ഇപ്പോൾ കാസൈഡോ ഫിസിക്കലാകാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. പക്ഷേ എൻസോ ഫെർണാണ്ടസ് കുറേ ഡ്യൂൽസ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ പാസിംഗ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഫിസിക്കാലിറ്റിയിൽ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ മറ്റൊരു സംഭവം, ഈ കാസൈഡോക്കെ അദ്ദേഹത്തിൻ്റെ ചില ടാക്കിളുകളുടെയൊക്കെ ടൈമിങ്ങിൻ്റെ ഒരു പ്രശ്നം ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെന്താണ്, ക്രോസുകൾ. ഇത്തരത്തിൽ ഇപ്പോൾ ലോ ബ്ലോക്കിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സൈഡിനെതിരെ ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഗോളുകൾ കണ്ടെത്തേണ്ടി വരും. അപ്പോഴാണ് ഈ ഹെഡിങ് എബിലിറ്റി, ഏരിയൽ എബിലിറ്റി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. ജാക്ക് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു വീക്ക് പോയിന്റ് അതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഭയങ്കര പ്രശ്നമാണ്. അതുപോലെ തന്നെ ചെൽസി സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഒരു ബോക്സിൽ കാര്യമായിട്ട് ത്രട്ടൺ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, ഏരിയലി ബുള്ളി ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, ഡിഫൻഡേഴ്സിനെ ഡെങ്ങറാക്കിയിട്ട് ആ ഒരു വിന്നിങ് ഗോളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ക്രാപ്പി ഗോളോ അടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രൊഫൈൽ ഇല്ല എന്നുള്ളതൊരു പ്രധാന പ്രശ്നം തന്നെയാണ്. നമ്മൾ അതിനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 2 ബോക്സിലും കില്ലർമാരില്ല. ശരിയാണ്, കോൾവിൽ സെൻസേഷനായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കോൾവിൽ ഒരു ലീഡറായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മത്സരം കഴിയുമ്പോൾ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. കോബാൻ പ്രൊഡക്റ്റാണ്, ചെൽസിയുടെ സ്വന്തമാണ്. മാത്രമല്ല ചെങ്ങായുടെ പാസിംഗ് എബിലിറ്റിയും അദ്ദേഹത്തിൻ്റെ ഡിഫെൻഡിങ് എബിലിറ്റി. ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു കിടിലം ബ്ലോക്ക്, യേറ്റ്സിൻ്റെ ഷോട്ട്, ഒരു ഷുവർ ഷോട്ട് ഗോളൊക്കെ അദ്ദേഹം ബ്ലോക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ കോൾവിൽ മികച്ച രീതിയിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായിട്ടുള്ള ഫൊഫാന ജസ്റ്റ് ഓക്കെ ആണെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ട്രാൻസിഷനിൽ ചെൽസിയുടെ ഡിഫെൻഡിങ് അത് ജസ്റ്റ് ഡിഫൻഡർമാരുടെ മാത്രം പ്രശ്നമല്ല, അത് മൊത്തത്തിലുള്ള സ്ട്രക്ചറിൻ്റെ ഒരു പ്രശ്നമാണ്.
അത് മിഡ്ഫീൽഡേഴ്സും അതിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം ഡിഫെൻസീവ്ലി, ഡ്യൂവൽ വിന്നിങ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ. പക്ഷേ കോൾവിൽ ഒരു രക്ഷയില്ല. അപ്പോൾ ആ ഒരു ഫൈറ്റിലും, അവിടെ മത്സരത്തിനിടയിൽ നടന്നിട്ടുള്ള ആ ഒരു ഫൈറ്റിലും അദ്ദേഹം ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്. എനിക്കത് ആ ഒരു ടീം സ്പിരിറ്റൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എൻസോ മാരസ്ക മത്സരത്തിന് ശേഷം പറഞ്ഞത്. ആ ഒരു ഫൈറ്റിനെ കുറിച്ച് അദ്ദേഹം ചോദിച്ചപ്പോൾ ലാക്ക് ഓഫ് ഡിസിപ്ലിൻ ആണോ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അവിടെ എന്താണ് അതൊരു ടീം സ്പിരിറ്റ് ഭാഗമായിട്ടാണെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ലാക്ക് ഓഫ് ഡിസിപ്ലിൻ ഈ സൈഡിലുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടതാണ്. അതിൻ്റെ ഒരു പ്രോഗ്രഷൻ ഈ സീസണിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ഇത്തിരി ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും വരുത്തേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ പണി കിട്ടും. ഇപ്പം തന്നെ നമ്മൾ നോക്കിയാൽ കുക്രേക്ക് യെല്ലോ കാർഡ് കിട്ടി, ഫൊഫാനയ്ക്ക് യെല്ലോ കാർഡ് കിട്ടി. രണ്ടുപേരുടെയും 5ാമത്തെ യെല്ലോ കാർഡുകളാണ് ഈ മത്സരത്തിൽ പിറന്നിട്ടുണ്ടായിരുന്നത്. അതോടുകൂടിയിട്ട് എന്താണ്, ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം ആൻഫീൽഡിലേക്കാണ് പോകുന്നത്. ആൻഫീൽഡിൽ രണ്ടുപേരുണ്ടായിരിക്കും. രണ്ടുപേരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിന്നെ ജോലിയാണ് ഈ ചെൽസി ടീമിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരുണ്ടായിരിക്കില്ല. വേഗമായിരിക്കും മിക്കവാറും ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഒന്ന് ചിൽവെലിനും പുള്ളിക്കാരൻ ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സാധ്യത ഞാൻ കാണുന്നില്ല മത്സരത്തിൽ. ഇനി സർപ്രൈസ് ചെയ്യുന്നൊന്നും അറിയില്ല. പിന്നെ ഫഫാനയ്ക്ക് പകരം മറ്റൊരാൾ വരും. ബദ്യഷീലോ ഡിസാസിയോ ടോസിനെ കളിപ്പിക്കുമോ നമുക്കറിയില്ല. അപ്പോൾ അത്തരത്തിൽ ലാക്ക് ഓഫ് ഡിസിപ്ലിൻ ഒരു സൈഡിലുണ്ട്. പക്ഷേ എന്താണ്, ലെവായ് കോൾവിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാഴ്ചവെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ലോ ബ്ലോക്കിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചാൽ യെസ്, മോശമില്ലാത്ത രീതിയിൽ ചാൻസുകൾ ഈ മത്സരത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേപോലെ തന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താണ്, ഡിഫെൻസീവ്ലി ചെൽസിയിലുള്ള പ്രശ്നങ്ങൾ, ചെൽസി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ടീമുകളെ ഔട്ട്സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു യൂണിറ്റാണ് പ്രവർത്തിക്കുന്നത്. ചില ആളുകൾ ചെൽസിയെ ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് ആയിട്ടൊക്കെ കണക്കാക്കുന്നുണ്ട്. അതൊരു അബ്ബഷാണ്. ഞാൻ ചെൽസി ഫാനാണ്. അത് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള സുഖമുള്ള ഒരു കാര്യമൊക്കെ തന്നെ. പക്ഷെ നമ്മൾ റിയാലിറ്റി സംസാരിക്കണം, നമ്മൾ റാഷണലായിട്ട് സംസാരിക്കണം. ഈ ചെൽസി ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് അല്ല, ടോപ്പ് 4 കണ്ടൻറ്റേഴ്സാണ്. ടോപ്പ് 4 ഫിനിഷ് ചെയ്തില്ലെങ്കിൽ അതൊരു ഡിസാസ്റ്റർ ആയിരിക്കും, പ്രത്യേകിച്ച് ദ എമൗണ്ട് ഓഫ് മണി നമ്മൾ സ്പെൻഡ് ചെയ്ത് കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പോൾ ടോപ്പ് 4 മസ്റ്റാണ്. കോൺഫറൻസ് ലീഗ് ടൈറ്റിൽ അടിക്കേണ്ടത് മസ്റ്റാണ്. അത് രണ്ടും ഇല്ലെങ്കിൽ അത് ഒരു അണ്ടർവെൽമിംഗ് ആയിട്ടുള്ള സംഭവമായിട്ട് മാറും. സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നിലവിൽ എന്നെ സംബന്ധിച്ചോളം എൻ്റെ പ്രതീക്ഷ ടോപ്പ് 4 ഫിനിഷ് ചെയ്യുക എന്നതാണ്. അത് തന്നെ ബുദ്ധിമുട്ടുള്ള സാഹചര്യം വരും. നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം 7 മത്സരങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. ഗ്രേറ്റ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഗുഡ് സ്റ്റാർട്ട് എന്ന് നമുക്ക് പറയാം. ഗ്രേറ്റ് സ്റ്റാർട്ട് എന്നുള്ളത് അതിന് പകരം ഗുഡ് സ്റ്റാർട്ട് എന്നുള്ളത് ഒരു ടാഗ് നമുക്ക് കൊടുക്കാം. കാരണം 7 മത്സരങ്ങൾ 14 പോയിൻറ്റ്സ് നല്ലത് തന്നെയാണ്. പക്ഷേ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷമാണ് റിയൽ ടെസ്റ്റ് വരുന്നത്. ആൻഫീൽഡ് അവേ, ന്യൂകാസിനായിട്ടുമായിട്ടുള്ള കപ്പിൾ ഓഫ് ഗെയിംസ്, ആർസണൽ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, അങ്ങനെ കുറേ മത്സരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസരത്തിൽ എങ്ങനെയായിരിക്കും ഈ ടീം പെർഫോം ചെയ്യുക എന്നുള്ളത് കാണേണ്ട ഒരു സംഭവം. പിന്നെ മാത്രമല്ല ഒരു ബ്ലിപ്പ് വരും, ഇന്നവിറ്റബിളാണ്. ബ്ലിപ്പ് വരില്ല എന്നൊന്നും നിങ്ങൾ കരുതണ്ട, ബ്ലിപ്പ് വരും. ആ ബ്ലിപ്പ് വരുന്ന സാഹചര്യത്തിൽ, ഒരു ബാഡ് പാച്ച് വരുന്ന സാഹചര്യത്തിൽ എങ്ങനെ ടീം റിയാക്ട് ചെയ്യുന്നു, എങ്ങനെ മാനേജർ റിയാക്ട് ചെയ്യുന്നു, എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു, ഇതൊക്കെ കണ്ടറിയേണ്ട സംഭവമാണ്. എന്നിട്ട് മാത്രമേ നമുക്ക് വിലയിരുത്തൽ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് അറ്റ്ലീസ്റ്റ് ആ ഒരു ഡിസംബറൊക്കെ കഴിയണം. ആ ക്രിസ്മസ് ഫിക്സ്ചേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. എന്തായാലും ഗുഡ് സ്റ്റാർട്ടാണ്, അത് ഓക്കെ. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ റിയൽ ടെസ്റ്റ് വരാനുണ്ട്. പ്രത്യേകിച്ച് ചെൽസിയുടെ ട്രാൻസിഷനിൽ ഡിഫെൻഡിങ് ഒക്കെ പ്രശ്നമാണ്. ഈ ഡിഫെൻഡിങ് ട്രാൻസിഷനിൽ പ്രശ്നം ആയതുകൊണ്ട് തന്നെയാണ് ഈ യെല്ലോ കാർഡുകൾ ഇങ്ങനെ വാരി കൂട്ടുന്നതും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവമാണ്. ഈ യെല്ലോ കാർഡുകൾ സ്വരൂപിക്കുന്നത് ജസ്റ്റ് ഡിസിപ്ലിൻ്റെ ലാക്കിംഗ് കൊണ്ട് മാത്രമല്ല. ഈ ട്രാൻസിഷനിൽ ഡിഫെൻഡ് ചെയ്യുമ്പോൾ പല സാഹചര്യങ്ങളും എക്സ്പോസ്ഡ് ആകുന്ന സിറ്റുവേഷനിൽ ചില സിനിക്കൽ ഫൗളുകൾ കമ്മിറ്റ് ചെയ്യേണ്ട സാഹചര്യം വരുന്നതുകൊണ്ടാണ്. 7 മത്സരങ്ങൾ കഴിയുമ്പോൾ തന്നെ സസ്പെൻഷൻ മേടിച്ച് കൂട്ടേണ്ട തരത്തിൽ 5 യെല്ലോ കാർഡുകൾ സ്വരൂപിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമൊന്നുമല്ല. അത് വർക്ക് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരണം. ക്ലിനിക്കലായിട്ടുള്ള ടീമുകൾ ചിലപ്പോൾ കുറേ ഗോളുകൾ നമുക്കെതിരെ അടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. പിന്നെ നിക്കോ ജാക്സൺ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന തരത്തിലുള്ള സ്ട്രൈക്കറാണ്. പക്ഷേ ബോക്സിൽ ആളൊരു കില്ലറല്ല ഇപ്പോഴും എന്നുള്ളതാണ്. ഇമ്പ്രൂവ് ആകുമായിരിക്കും, സമയം കൊടുക്കാം. എൻകുക്കു കുറച്ച് ലേറ്റായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. കുറച്ചുകൂടെ നേരത്തെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മത്സരത്തിൻ്റെ ആ ഒരു ഫീൽ കുറച്ചുകൂടി കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടൊരു ഇമ്പാക്ട് ഉണ്ടാക്കുമായിരുന്നു. എന്നാലും ആ കിട്ടിയ ചാൻസ്, ആ ഹെഡർ ചാൻസ്, അതൊരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു, മുതലാക്കണമായിരുന്നു. പിന്നെ എൻസോ ഫെർണാണ്ടസിൻ്റെ ഗെയിം ഇമ്പ്രൂവ് ആകണം. ഇമ്പ്രൂവ് ആയേ പറ്റുള്ളൂ. എനിക്ക് എൻസോ ഇഷ്ടമാണ്, പക്ഷേ നമ്മളുള്ളതുപോലെ പറയണ്ടേ, അതാണ്. പിന്നെന്താ, കോൾ പാമർ ശ്രമിക്കുന്നുണ്ടായിരുന്നു മധുക്കയ്ക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു അസിസ്റ്റിൽ. അതിൽ മധുക്കേൻ്റെ ഫിനിഷ് ബ്രില്യൻ്റ് ആണ്. പക്ഷേ ആ ഒരു അസിസ്റ്റോട് കൂടിയിട്ട് കോൾ പാമർ ഇപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ആളായിട്ട് മാറിയിരിക്കുകയാണ്. 11 ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് മൊമെൻറ്റ്സ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തെ ആ ഒരു വൈഡ് ഏരിയയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഈ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ ഗെയിം പ്ലാൻ അത്തരത്തിലായിരുന്നു. കോമ്പാക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്യുക, സെൻട്രൽ ഏരിയയിലൂടെയുള്ള
കോൾ പാമറിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കുക. വിങ്ങിലൂടെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ചെൽസി പ്ലേയേഴ്സിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മദൂക്കയ്ക്ക് ഒരുപാട് ടച്ചസുകളൊക്കെ എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. മദൂക്കെ ബോക്സിലും ഒരുപാട് ടച്ചസ് എടുത്തിട്ടുണ്ടായിരുന്നു. 20ഓളം ടച്ചസ് ഞങ്ങൾ ബോക്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അത്തരത്തിൽ മദൂക്കയ്ക്ക് ബോൾ കിട്ടുന്നുണ്ടായിരുന്നു. കോൾ പാമർ വിചാരിച്ച രീതിയിൽ അത്ര അധികം ബോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. അതും ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയകളിൽ നിന്നാണ്. അപ്പോൾ അതിന് നമ്മൾ ഫോറസ്റ്റിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ആ ഗെയിം ടുവേർഡ്സ് എൻഡ് ആകുന്ന സാഹചര്യത്തിലാണ് കുറച്ച് സ്പാർക്ക് ചെയ്യപ്പെട്ടത്. അപ്പം അതിൽ തന്നെ മദൂക്കേൻ്റെ ഒരു കട്ടിൻ സൈഡ് ചെയ്തിട്ടുള്ള ഒരു ഷോട്ട് പുറത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. മദൂക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിലാണ്. ചില അവസരങ്ങളിൽ അദ്ദേഹം പാസ് കൊടുത്ത് ഷോട്ട് അടിക്കും. ചില അവസരങ്ങളിൽ എന്താണ് അദ്ദേഹം തൻ്റെ ടീംമേറ്റ്സിനെ കാണാറേ ഇല്ല എന്നുള്ളതാണ്. ശരിയാണ്, പേസ് ഉണ്ട്, ആ ഒരു വിൽ ടു വിൻ ഉണ്ട്, ഗോൾ അടിക്കാനുള്ള ധ്വരയുണ്ട്, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഡിസിഷൻ മേക്കിലൂടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മത്സരത്തിൽ ഗോൾ അടിക്കുന്നതിന് മുമ്പ് 5 മത്സരങ്ങളിൽ ഗോളോ അസിസ്റ്റോ പ്രൊവൈഡ് ചെയ്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ഗോൾ അദ്ദേഹത്തിന് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. ഇനി അപ്പുറത്തെ വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ലെഫ്റ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സാൻചോ വേഴ്സസ് ഒലായിന ബാറ്റിലുണ്ടായിരുന്നു. അതിനെ ഒരു കോമൺ പ്രൊഡക്റ്റ് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അവിടെ സാൻചോ സംബന്ധിച്ചിടത്തോളം ലാക്ക് ഓഫ് സ്പീഡ് ഒരു പ്രശ്നമാണ്, അത് നമുക്കറിയുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗൈഡും അതിൻ്റെ ട്രിക്കറിയൊക്കെ അതിൻ്റെ ഒരു അസറ്റാണെന്ന് നമുക്കറിയുന്നതാണ്. അദ്ദേഹം സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ പിന്നെ നമ്മൾ ഈ മദൂക്കേൻ്റെ കാര്യം പറഞ്ഞിരുന്നു വ്യത്യസ്തമായിട്ടാണ് സാൻചോയുടെ പ്രശ്നം. സാൻചോ ഷൂട്ട് ചെയ്യുന്നില്ല. ചില അവസരങ്ങളിൽ ഷൂട്ട് ചെയ്തതിന് പകരം ആൾ പാസ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ ബോക്സിലെത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു എനിക്ക് തോന്നുന്ന ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതാണ് ഷൂട്ട് ചെയ്യാനായിട്ട്. പിന്നെ ചില അറ്റംപ്റ്റുകളൊക്കെ വളരെ വീക്കായിട്ട് മാറുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും പിടിച്ചൊരു മുറിയിലെത്തിയിട്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഷോർട്ട് ഔട്ട് ചെയ്യപ്പെടാൻ സാധ്യതയാണ് മനസ്സിലാക്കുന്നത്. മദൂക്കയും സാൻചോയും അത്ര എഫക്റ്റീവ് ആയിരുന്നില്ല. ചില മൊമെൻറ്റ്സിൽ എന്താണ് ഷോൾഡർ ഡ്രോപ്പും ഫെയിൻറ്റുകളും അത്തരത്തിൽ ഒലായനെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും ഒലായനെ നല്ല രീതിയിൽ തന്നെ ചെങ്ങനെ പല സാഹചര്യം ഡിഫെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഫസ്റ്റ് ഹാഫിലെ സംഭവങ്ങളിൽ കടന്നു കഴിഞ്ഞാൽ എൻസോ ഫെർണാണ്ടസിൻ്റെ പാസ് മൊറീലോ എന്ന് പറയുന്ന ഡിഫൻഡർ പിന്നെ കയറി വന്നിട്ട് ആ ഒരു ചെൽസിയുടെ ഹാഫിലേക്ക് കയറി വന്നിട്ട് സ്ലൈഡ് ചെയ്തിട്ട് വിൻ ചെയ്തതിനു ശേഷം ചെങ്ങായി അതുമായിട്ട് പോയിട്ട് ഒരു ഷോട്ട് അടിച്ചിട്ടുണ്ട് ഔട്ട് സൈഡ് ബോക്സിൽ. അത് സാഞ്ചസ് സേവ് ചെയ്യാണ്. അത് ബ്രില്യൻറ്റ് ഷോട്ടായിരുന്നു. അതാണ് മത്സരത്തിലെ ആദ്യത്തെ ഷോട്ട് ഓൺ ടാർഗറ്റ്. ഫോറസ്റ്റാണ് ആദ്യത്തെ ഷോട്ട് ഓൺ ടാർഗറ്റ് അടിക്കുന്നത്. ചെൽസിയുടെ ഫസ്റ്റ് ഷോട്ട് ഓൺ ടാർഗറ്റ് വരുന്നത് 41ാമത്തെ മിനിറ്റിലാണ്. അത് മദൂക്കെ ആ ഒരു ബൈലിൻ്റെ അടുത്തിലെത്തിയതിനു ശേഷം ഒരു ക്രോസ് കൊടുക്കാനുള്ള ശ്രമം കീപ്പർ പാരി ചെയ്യുന്നു. അത് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന എൻസോയിലേക്ക് എത്തുന്നു. എൻസോയുടെ ഷോട്ട് നേരെ ചെൽസിൻ്റെ കയ്യിലേക്കാണ് പോയത്, കീപ്പറിൻ്റെ കയ്യിലേക്ക്. പിന്നെന്താണ് ഈ മുറിയിലൂടെ അടുത്തുനിന്ന് പ്രസ് ചെയ്തിട്ട് മദൂക്കെ ബോൾ വിൻ ചെയ്യുന്നതിന് ശേഷം അദ്ദേഹം ഇത്തവണ ബൈലിൻ്റെ അടുത്ത് എത്തിയതിനു ശേഷം ഒരു കട്ട് ബാക്ക് കൊടുക്കുകയാണ്. അത് കോൾ പാമറിലേക്ക് എത്തുമ്പോൾ കൊലയനെ കുറച്ച് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കോൾ പാമർ. അതുകൊണ്ട് പാമറിന് ഒരു ക്ലീൻ ഹിറ്റ് അവിടെ നടത്താൻ സാധിച്ചില്ല. അത് പിന്നെ ഫോറസ്റ്റിൻ്റെ പ്ലെയർ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതും അവർക്കൊന്നും നടക്കുന്നില്ല. അവസാനം അത് പോസ്റ്റിൽ തട്ടിയിട്ട് കീപ്പറും അത് വര കടക്കാതെ എങ്ങനെയൊക്കെയോ പിടിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ഫസ്റ്റ് ഹാഫിലെ എൻ്റർടൈനിങ് ആയിട്ടുള്ള മൊമെൻറ്റ്. അങ്ങനെയാണ് ഫസ്റ്റ് ഹാഫ് കഴിയുന്നത്. പിന്നെ അപ്പോൾ മദൂക്കയാണ് കൂടുതൽ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ 13 അറ്റംപ്റ്റുകൾ ചെൽസി നടത്തി, 6 ടാർഗറ്റിലേക്ക് അടിച്ചു. 10 അറ്റംപ്റ്റുകൾ ഫോറസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടു, 7 അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു. മത്സരത്തിൽ മൊത്തം 22 അറ്റംപ്റ്റുകൾ ചെൽസി നടത്തി, 8 ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുള്ളത്. ഫോറസ്റ്റ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ഫേസ് ചെയ്തിട്ടുള്ള മത്സരം ഇതാണ്. പക്ഷേ അതിൽ ഒരു 10 പേരായിട്ട് ചുരുങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് വേറെ കാര്യം, അതും കൂടി നമ്മൾ കോൺടാക്സ്റ്റിൽ പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. പിന്നെ അവർ 16 അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. ഫോറസ്റ്റ് 9 ടാർഗറ്റിൽ അവരും അടിച്ചിട്ടുണ്ട്. അപ്പം അവരും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, അവർ കോമ്പാക്റ്റായി ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ട്രാൻസിഷനിൽ ചെൽസി ഇടങ്ങറാക്കിയിട്ടുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം. 3 ബിഗ് ചാൻസാണ് ചെൽസിക്ക് സ്റ്റാറ്റ്സ് പ്രകാരമുള്ളത്. 4 ബിഗ് ചാൻസസ് ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ എങ്ങനെയാണ് ആദ്യത്തെ ഗോൾ മത്സരത്തിൽ ഇത് പിറക്കുന്നത്? സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ട് നമ്മുടെ ക്രിസ് വുഡ് മികച്ച ഫോമിലാണ് ഈ സീസൺ കളിക്കുന്നത്. 4th ഗോൾ എങ്ങനെയാണ് ചെങ്ങായി അടിക്കുന്നത്. അപ്പോൾ അത് ജാക്സൺ വാർഡ് പ്രോസിന് ഫൗൾ ചെയ്തോടുകൂടിയിട്ടാണ് ഫ്രീ കിട്ടുന്നത്. ഫ്രീ കിക്ക് വാർഡ് പ്രോസ് എടുക്കുകയാണ്. അപ്പോൾ അവിടെ പിന്നെ ഏരിയലി ചെൽസി ബാറ്റിലുകൾ ലൂസ് ചെയ്യുന്ന നമ്മൾ കാണുന്നത്. അവിടെ പിന്നെ മിലിൻകോവിച്ച് ഗുസ്തോയുടെ മുകളിൽ ചാടി അത് ബോൾ വിൻ ചെയ്യുന്നു. അവിടെ കാസേഡോ ആണ് ക്രിസ് വുഡിൻ്റെ അടുത്ത് നിൽക്കുന്നത്. പക്ഷേ ക്രിസ് വുഡ് കാല് നീട്ടിയിട്ട് അത് ഗോളാക്കുന്ന ഒരു സാധനം വേണ്ട, ഒരു കിടിലം ഫിനിഷാണ്. അങ്ങനെ ചെൽസി പുറകിൽ പോവുകയാണ് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ. അപ്പോൾ അതൊരു വേക്കപ്പ് കോളായിരുന്നു. പിന്നെ ചെൽസിയുടെ എനർജി ലെവൽസ് മാറുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് കഴിഞ്ഞ സീസണിലൊക്കെ പലപ്പോഴും എന്താണ് ഒരു ഗോളിനൊക്കെ പുറകിൽ പോകുമ്പോൾ റിയാക്ട് ചെയ്യാതിരിക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ഫ്രസ്ട്രേഷൻ ഫാൻസ് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇതൊരു ഗോളിന് പുറകിൽ പോകുമ്പോഴും തിരിച്ചടിക്കാൻ പറ്റും എന്നുള്ള ഒരു ബിലീഫ് ഫാൻസിന് പോലും കൊടുക്കുന്നത്, അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ
ഒരു സുഖമുണ്ട്, സന്തോഷമുണ്ട്. അപ്പോൾ അത് ആ ഒരു എനർജി ലെവൽസ് പിന്നെ കാണുന്നത് തന്നെ നല്ലൊരു കാര്യമാണ്. അത് ചെൽസിയുടെ പ്ലേയേഴ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഫോറസ്റ്റ് ആ ഒരു ഗോൾ അടിച്ചു കൂടിയിട്ട് അവരുടെ ഓർഗനൈസേഷനിൽ ഇത്തിരി പ്രശ്നം പറ്റുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. അവർ ആ ഒരു കോമ്പാക്ട്നെസ് നമ്മൾ കാണുന്നുണ്ടായിരുന്നില്ല. ആ ഗോൾ അടിച്ചതിൻ്റെ ആ ഒരു ത്രില്ലിലായിരിക്കണം. പിന്നെ ചെൽസി ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ചെൽസി എങ്ങനെയാണ് ഈക്വലൈസർ അടിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മധുക്കേൻ്റെ ആ ഗോൾ കോൾ പാമർ റൈറ്റ് സൈഡിൽ മധുക്കെ കൊടുക്കുന്നു. അവിടുന്ന് കട്ടിങ് സൈഡ് ചെയ്ത് വന്നിട്ട് ക്രൗഡ് ഉണ്ട് അതിന് മുമ്പിൽ, ഫോറസ്റ്റിന് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള വിഷൻ ഇല്ല അവിടെ കീപ്പർ അംശവും. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ആ ഷോട്ട് തീർക്കണം. അവിടെ വേറെ ഓപ്ഷനൊന്നുമില്ല. ഷോട്ട് അടിക്കുന്നു, ഗോളാകുന്നു, ചെൽസി മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു. എൻസോ മരസ്കെ നോക്കിയിട്ട് എന്തൊക്കെയോ മധുക്കെ പറയുന്നത്, എൻസോ മരസ്കെ ചിരിക്കുന്നു. അങ്ങനെ ചെൽസി മത്സരത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ 1-1 പിന്നെ നമ്മൾ ഗിബ്സ് വൈറ്റിന് ഇഞ്ചുറി പറ്റി പോകുന്ന ഒരു സാഹചര്യം കണ്ടു. അദ്ദേഹത്തിൻ്റെ ഷോട്ട് മനോഹരമായിട്ട് ഗുസ്തു ബ്ലോക്ക് ചെയ്തിട്ടുള്ള സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റി പോകുന്നത്. അതൊരു ബിഗ് ബ്ലോ ആണ് ഫോറസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ 78ാമത്തെ മിനിറ്റിൽ വാർഡ് പ്രോസിന് റെഡ് കാർഡ് കിട്ടുന്നത് നമ്മൾ കണ്ടു. അത് വാർഡ് പ്രോസ് അവിടെ വളരെ സ്ലോപ്പി ആവുകയാണ്. പൊസിഷനിൽ ഒരു ത്രെട്ട് ഇല്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹം പിന്നെ ബോൾ കൺട്രോൾ ചെയ്യുന്നില്ല. അപ്പോൾ ജാക്സൺ അവിടെ പൗൺസ് ചെയ്യുന്നു. ആ ഒരു അവസരത്തിൽ വാർഡ് പ്രോസ് ഉണ്ടല്ലോ, നമ്മൾ കണ്ടംകളിയിൽ കാണുന്ന പരിപാടിയാണ്. ബോൾ പിടിച്ചു വെച്ചു ഗ്രൗണ്ടിൽ വീണിട്ട്. അങ്ങനെ അദ്ദേഹത്തിന് സെക്കൻഡല്ലോ കിട്ടുന്നു. നേരത്തെ തന്നെ അദ്ദേഹം കോൾ പാമർ തിരിഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ, നല്ലൊരു ടേൺ എടുത്ത് തിരിഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു, സിനിക്കൽ ഫോൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് യെല്ലോ കിട്ടുന്നത്. ഈ യെല്ലോ കൂടി കിട്ടിയിട്ട് റെഡ് കിട്ടുന്നു, ആൾ പുറത്താക്കുന്നു. 78ാം മിനിറ്റിലാണ് സംഭവിക്കുന്നത്. ഇനി എന്താണ്, 12 മിനിറ്റ് പ്ലസ് 13 മിനിറ്റ് ഇഞ്ചുറി ടൈം, 10 പേര് വെച്ച് ഫോറസ്റ്റ് കളിക്കണം. അപ്പോൾ ആ ഒരു അവസരത്തിൽ അവർ 5-4-0 മാറുന്നൊരു സാഹചര്യം കാണണം ഡിഫെൻസീവ്ലി അവരുടെ ഫോർമേഷൻ. പിന്നെ നമ്മൾ ചേഞ്ചസ് രണ്ട് സൈഡിലും വരുത്തിയിട്ടുണ്ട്. ഈ ചെൽസിയുടെ ചേഞ്ച് വരുന്നത് 81ാമത്തെ മിനിറ്റാണ്. അപ്പോൾ അത് ഇത്തിരി ലേറ്റായി പോയി ആ ചേഞ്ച് വരുത്താനെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻകുക്കുനെയും ഫെലിക്സിനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫൈറ്റ് ഈ പുറപ്പെടുന്നതിന് മുമ്പ് സെൽസിൻ്റെ ഭാഗത്ത് നിന്ന് ഡബിൾ സേവ് നമ്മൾ കാണും. കോൾ പാമറിൻ്റെ ബ്യൂട്ടിഫുൾ ടച്ച്. വാട്ട് പ്ലെയർ. എല്ലാ മത്സരത്തിലും എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യും ചങ്ങായി. ബ്യൂട്ടിഫുൾ ടച്ചിൽ ചങ്ങായി ചാൻസ് ക്രിയേറ്റ് ചെയ്യാണ്. അദ്ദേഹത്തിലേക്ക് പാസ് എത്തുന്ന സാഹചര്യത്തിൽ ബോക്സ് അദ്ദേഹത്തിൻ്റെ ആ ടച്ചിൽ അദ്ദേഹം തന്നെ ചാൻസ്, ആ സ്പേസ് അദ്ദേഹത്തിനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഫുട്ട് കൊണ്ട് അടിക്കുന്നു, സെൽസ് സേവ് ചെയ്യുന്നു. റീബൗണ്ട് വരുന്നു, റീബൗണ്ടും അദ്ദേഹം അടിക്കുന്നു, അതും സെൽസ് സേവ് ചെയ്യാണ്. വേൾഡ് ക്ലാസ് സേവ് അദ്ദേഹം പുൾ ഓഫ് ചെയ്യുന്ന സാധനം കണ്ടു. പിന്നെ ഫൈറ്റ് നമ്മൾ കാണണം. അപ്പോൾ ആ ഒരു അവസരത്തിൽ കുക്കറിയ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ പ്ലെയറിനെ ഷോൾഡർ ബാർ ചെയ്യുന്നു, അതിൽ ആൾ വീണ് പോകുന്നു. ആ ഒരു അവസരത്തിൽ എന്താണ്, നീക്കോ വില്യംസ് ഈ കുക്കറയെ ഫൗൾ ചെയ്യുമ്പോൾ കുക്കറെ എന്ത് ചെയ്യുന്നു വെച്ചാൽ നേരെ മരസ്കയുടെ അടുത്തേക്കാണ് വീണ് പോയിട്ടുണ്ടായിരുന്നത്. മരസ്കയും വീഴ്ത്തി, വഴി പോണലും വീഴ്ത്തി. അത് കോൾവിലിന് ഇഷ്ടപ്പെട്ടില്ല. കോൾവില് അത് ചോദിക്കാനായിട്ട് ചെല്ലുകയാണ്. അത് പിന്നെ കൂട്ടത്തല്ലാന്നൊരു സിറ്റുവേഷൻ വരുന്നു. ആ ഉന്തും തള്ളും അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കുന്നത്. ഇതിനിടയിൽ നിക്കോ ജാക്സൺ ഓൾറെഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചെങ്ങായി വന്നിട്ട് ആരോ സ്ലാപ്പ് ചെയ്തിട്ടുണ്ട്. പാഷൻ നമുക്ക് ഇഷ്ടമാണ്, ടീം സ്പിരിറ്റ് നമുക്ക് ഇഷ്ടമാണ്, ടീംമേറ്റ്സിന് വേണ്ടിയിട്ട് സ്റ്റാൻഡപ്പ് ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ ജാതി അത് കാണിക്കരുത്. അത് ചിലപ്പോൾ ബാൻ കിട്ടാനൊരു സാധ്യതയുണ്ട്. ഈ ജാക്സനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിൻ ഒരു പ്രധാന പ്രശ്നമാണ്. ഇന്നത്തെ മത്സരത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഏതോ ഫോറസ്റ്റ് പ്ലെയറായിട്ട് എന്തോ പ്രശ്നമായിട്ട് ഫൊഫാനയൊക്കെ ചെങ്ങായിനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഫൊഫാനോട് ചൂടാവുന്നു, സ്വന്തം ടീംമേറ്റ്സിനോട് ചൂടാവുന്നു. ചെങ്ങായിയുടെ ടെമ്പർമെൻറ്റ് തന്നെ കീപ്പ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ നമുക്ക് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നിക്കോ ജാക്സൺ വരുത്തണം. പാഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഇങ്ങനത്തെ സംഭവങ്ങൾ, ടീം സ്പിരിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഓരോ ചെൽസി ഫാനിനും കാണുന്നത് ഇഷ്ടപ്പെട്ട സംഭവം തന്നെയായിരിക്കും. പക്ഷേ അതിനൊക്കെ ഒരു മെഷേർഡ് ആയിട്ടുള്ള രീതിയിൽ വേണം ചെയ്യേണ്ടതായിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ പിന്നെ ഉന്തും തള്ളിനൊക്കെ ശേഷം കുക്കുരയ്ക്ക് യെല്ലോ കിട്ടുന്നു, വേറെ കുറച്ച് പ്ലേയേഴ്സിന് യെല്ലോ കിട്ടുന്നു, നീക്കോക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നീക്കോയുടെ ആ ഒരു അഗ്രഷൻ, അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് വന്നതിന് ശേഷം ഒരു അഗ്രഷൻ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു. അതൊക്കെ ഫോറസ്റ്റിൻ്റെ ഫാൻസിനും ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം തന്നെയായിരിക്കും. അങ്ങനെ ആ ഒരു ഫൈറ്റ് കഴിയുന്നു. പിന്നെയാണ് ഈ നീക്കോ വില്യംസിൻ്റെ ആ ഒരു ഓപ്പർച്യൂണിറ്റിയും ബാക്കിയുള്ള നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ സംഭവവികാസങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ മത്സരം 1-1 എന്നുള്ള സമനില അവസാനിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ ഇനിയാണ് റിയൽ ടെസ്റ്റ് വരാനുള്ളത്. അതിൽ ചെൽസി എങ്ങനെ പ്രതികരിക്കും, ഏത് രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നത് കാണാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. ഒരു ചെൽസി ഫാൻ എന്ന രീതിയിൽ ന്യൂട്രൽസുകൾക്ക് കാണാൻ ആകാംക്ഷ ഉണ്ടാകും. ആൻഫീൽഡിലേക്കാണ് ചെൽസിയുടെ ഇൻട്രാക്ഷൻ ബ്രേക്ക് കഴിഞ്ഞാലുള്ള ആദ്യത്തെ യാത്ര. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിക്സർ തന്നെയായിരിക്കും, സംശയമില്ലാത്തൊരു കാര്യമാണ്. എന്തായാലും ഈ മത്സരത്തിൽ ജയിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. പക്ഷെ എന്താണ്, ചാൻസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ചാൻസുകൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ എല്ലാ മത്സരങ്ങളും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ ഔട്ട് സ്കോർ ചെയ്തിട്ടാണല്ലോ സോഫാർ എല്ലാ ടീമിലും പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലും അത്തരത്തിലുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. അറ്റാക്കിംഗ് പ്ലെയേഴ്സ്
ഗോൾ കണ്ടെത്താത്ത മത്സരങ്ങളിലാണ് ഡിഫൻഡേഴ്സ് ഗോൾ കണ്ടെത്തിയിട്ട് രക്ഷപ്പെടുത്തേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ സിറ്റിക്കൊക്കെ റോഡ്രി മിഡ്ഫീൽഡിൽ നിന്ന് ഗോൾ കണ്ടെത്തുന്ന സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ കണ്ടില്ലേ ക്ലച്ച് മത്സരം. അത്രയിൽ ചെൽസിയുടെ മിഡ്ഫീൽഡിൽ നിന്ന് അങ്ങനത്തെ ഗോളുകൾ വരുന്നില്ല. അതൊരു പ്രശ്നമാണ്. അത് ആരടിക്കുന്നുള്ളതാണ് മറ്റു ചോദ്യം. പിന്നെ ഈ സെറ്റ് പീസുകൾ യൂസ് ചെയ്യണം. സെറ്റ് പീസുകളൊക്കെ ശരിക്കും ഒരു വജ്രായുധമായിട്ട് യൂസ് ചെയ്യേണ്ട സംഭവമാണ്. അപ്പോൾ ആ സമയമൊക്കെ യൂസ് ചെയ്യുന്നത് കാണുന്നില്ലേ. അപ്പോൾ സെറ്റ് പീസ് കോച്ചൊക്കെ ഉണ്ട്, പക്ഷേ സെറ്റ് പീസിലുള്ള ഡിഫെൻഡിങ്ങും പ്രശ്നമാണ്, സെറ്റ് പീസിൽ നിന്നുള്ള അറ്റാക്കിങ്ങും പ്രശ്നം തന്നെയാണ്. കാര്യമായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതിലൊക്കെ കുറേ കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ ഇതേ സാഹചര്യത്തിൽ 7 മത്സരങ്ങൾ കഴിയുമ്പോൾ 8 പോയിൻറ്റ്സ് മാത്രമേ ചെൽസിക്ക് ടേബിളിൽ സ്വരൂപിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 7 മത്സരങ്ങളിൽ 14 പോയിൻറ്റ്സ് സ്വരൂപിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് എന്താകും എന്നുള്ളതാണ്. ഇപ്പോൾ എൻസോ മാരസ്ക പറയുന്നത് റൈറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ പോകുന്നത്, എത്രത്തോളം പോകാൻ പറ്റും എന്നുള്ളത് കണ്ടറിയാം. ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡിഫറെൻറ്റ് പ്രൊഫൈൽ, ബോക്സിലൊരു കില്ലറിനെ ആവശ്യമുണ്ടെന്നുള്ളത് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മത്സരത്തെക്കുറിച്ചും ബാഴ്സലോണയുടെ മത്സരത്തെക്കുറിച്ചും അതുപോലെ തന്നെ പിന്നെ റയൽ മാഡ്രിഡിൻ്റെ മത്സരത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഉടനെ നമുക്ക് അതൊക്കെ ചെയ്യാം. മത്സരത്തെ നമുക്ക് കൊണ്ട് കാണാം. ഗുഡ് ബൈ.